സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ആളാണ് ജാസിൽ ജാസി. ട്രാൻസ്ജെൻഡറും മോഡലും യൂട്യൂബറുമായ ജാസി ഇപ്പോഴും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ഇവരുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും ജാസി അത് കാര്യമാക്കാറില്ല. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പേ നിരവധി സെലിബ്രിറ്റികളും ട്രാൻസ്ജെൻഡേഴ്സും BJPയിൽ ചേർന്നതിനെ കുറിച്ച് പറയുകയാണ് ജാസി. ട്രാൻസ് വുമണായ സീമ വിനീത് അടക്കമുള്ളവരാണ് അടുത്തിടെ BJPയിൽ അംഗത്വമെടുത്തത്. എന്നാൽ ഞാൻ BJPയിൽ ചേരില്ല. എനിക്ക് ആ പാർട്ടിയോടുള്ള വിയോജിപ്പ് മൂലമല്ല, വ്യക്തിപരമായി ഞാനൊരു സഖാവാണ്. എനിക്ക് എൻ്റെ പാർട്ടിയാണ് വലുത്. അതുകൊണ്ട് 20,000 അല്ല 20 കോടി തന്നാലും ഞാൻ ആ പാർട്ടിയിലേക്ക് പോകില്ല. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ BJPയിലേക്ക് എടുത്തത് ഞാൻ കണ്ടു. BJPയിലേക്ക് മാത്രമല്ല എല്ലാ പാർട്ടികളിലേക്കും ഇങ്ങനെയുള്ള ആളുകൾ വരുന്നുണ്ട്. പക്ഷെ BJPയിലേക്ക് പോയപ്പോൾ അത് കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെട്ടു. പൊതുവിടങ്ങളിലുള്ള ആളുകൾ ചേർന്നതുകൊണ്ടാകാം അത് ചർച്ചയായത്. ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ജാസി പറഞ്ഞു. മലപ്പുറം സ്വദേശിയായ ജാസി തന്റെ സ്വന്തം തുറന്നു പറഞ്ഞതിന്റെ പേരിലും സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രതികരണങ്ങളുടെ പേരിലും വലിയ വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുണ്ട്. മലയാളം ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ അടക്കം ജാസി ഉൾപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും ജാസി സംസാരിച്ചിരുന്നു. തന്റെ കുടുംബം യാഥാസ്ഥിതികരാണ്. കല്യാണക്കാര്യം വന്നപ്പോൾ ഒഴിഞ്ഞുമാറിയെങ്കിലും ഉപ്പയ്ക്ക് വയ്യാതായപ്പോൾ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിക്കപ്പെട്ടു. 1 മാസം മാത്രമേ ആ ബന്ധം ഉണ്ടായിരുന്നുള്ളൂ എന്നും ജാസി പറഞ്ഞു. ജാസി അടുത്തിടെ നടത്തിയ സർജറിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദങ്ങളും കഴിഞ്ഞിടയ്ക്ക് ഉയർന്നത്. ആണിൽ നിന്ന് പെണ്ണായി എന്നാണ് ജാസി പറഞ്ഞത്. എന്നാൽ ജാസി ട്രാൻസ് വുമണായി മാറ്റാനുള്ള ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയില്ലെന്ന് പറഞ്ഞ് വിവാദമുയരുന്നു.